അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛനെ. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. രേണുചേച്ചിക്ക് പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം ചരമവാർഷികമാണ്, നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണുചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയും പറഞ്ഞില്ല. കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധിയുടെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ കുറച്ച് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. രേണു സുധി മുന്നേയും കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാലിയൻകുഴിയിലുള്ള ഒരു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആ കമന്റ്സ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു ആദ്യമായിട്ട് ആ ഒരു വിഷയം എടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതും അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്തതും. ശരിക്കും ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് രേണു സുധിയെ പറ്റിയിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ഇവരുടെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വരുന്ന കമന്റ്സുകളൊന്നും നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ലെന്ന് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനൊക്കെ ഒരു ആൻസർ ആയിട്ട് രേണു സുധി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കമന്റിന്റെ പിന്നിലുള്ള സത്യം എന്താണ്, പുള്ളിക്കാരത്തിന് മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ആണ് ഈ കമന്റ്സിലൂടെ ഈ ഏതാണ്ട് വലിയ സംഭവം ആ കമന്റ് കുറെ എണ്ണം എടുത്തിട്ട് കുറെ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നവർ മാത്രം കുറെ എനിക്ക് നിങ്ങൾ എന്നെ ഓർത്ത ഞാൻ നിങ്ങളുടെ വ്ളോഗ് കാണും, നിങ്ങൾക്ക് വ്യൂസ് തരുമെന്ന്. രേണു സുധി ഇതൊന്നും കാണത്തില്ല. പക്ഷെ എനിക്ക് ഈ ഹെഡിങ് വായിക്കുമ്പോൾ അറിയാലോ ഇതിനകത്ത് എന്നെ ദൈവമാരി പറഞ്ഞു വെക്കുന്നു. കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെ ഇട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം അവരോടാണ് ഞാൻ പറയുന്നത്. ഈ കമന്റ്സിൽ വന്നിരിക്കുന്ന കാര്യമാണ് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തത്. എന്നിട്ടും ഞാൻ ഒരിക്കലും ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ എവിടെയും സ്ഥാപിക്കുന്നില്ല. ഇങ്ങനെ ഒരു കമന്റ്സ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുന്നു, ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വേറെയും കുറേ ചാനലുകൾ ഉണ്ടായിരുന്നു ഈ ഒരു കമന്റ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ രേണു മുന്നേ കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നത്. ഇപ്പം രേണു കല്യാണം കഴിച്ചാലും ഒന്നുമില്ല, രേണു കല്യാണം കഴിച്ചില്ലെങ്കിലും നമുക്കൊന്നും ഒന്നുമില്ല. നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറച്ച് തോന്നിവാസങ്ങൾ, ഇതാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വ്യക്തി തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട്, അതായത് അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അതായത് ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി ഇപ്പം വേറെ കല്യാണം കഴിച്ചിട്ട് 2 പിള്ളേരായിട്ടൊക്കെ ജീവിക്കുക എന്നുള്ള രീതിയിൽ ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ആ കമന്റിലൂടെ പറഞ്ഞൊരു കാര്യം സത്യം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇവരിപ്പോൾ പറയുന്നത്. എന്തായാലും അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ചേച്ചിക്കെതിരെ ആരോപണം വരുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാള് ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയത്തില്ല പാസ്റ്ററിനെ ഒന്നും അറിയത്തില്ല. ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ് 2 മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാൻ അറിഞ്ഞത്. പിന്നെ എനിക്കിതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇവർ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇവർ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആ വ്യക്തി കല്യാണം കഴിച്ച് വേറെ ജീവിക്കുകയാണെന്നൊക്കെ. അതെന്തായാലും നിങ്ങളുടെ പാസ്റ്റാണ്. പാസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ വെറുതെ വന്നിരുന്ന് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്, അത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒരു ആരോപണം കണ്ടപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യും. ബിക്കോസ് നിങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ഭയങ്കര വ്യൂവർഷിപ്പാണ്, അത് ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. ബിക്കോസ് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെപ്പോലെയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്താലേ നിങ്ങൾക്ക് റീച്ചും കിട്ടത്തുള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നിൻ്റെയൊക്കെ വീഡിയോ ആര് കാണും, നിനക്കൊക്കെ വ്യൂ തരുമെന്നാണോ ഞാൻ ആലോചിച്ചത്. നിങ്ങളുടെ വ്യൂ ഇവിടെ വേണ്ട. കാര്യം നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്നത് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാർക്ക് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തത്. എങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് വിഷമമാണെങ്കിൽ നിങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങളിപ്പം തന്നെ ഈ ഒരു ചാനലിൽ എത്ര ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. കുറേ പേര് വന്നിരുന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്കൊന്ന് നാണമില്ലേ ഈ കണ്ടന്റ് ചെയ്യാനായിട്ട്, എന്തിനാണ് 24 മണിക്കൂർ നീയൊക്കെ ഇവളെ പറ്റി പറയുന്നത് എന്ന് കുറേ പേര് കമൻറ്റ് കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാനൽ, ആ ഒരു ചാനലിൽ പോയിട്ട് എത്ര ഇൻ്റർവ്യൂസ് ഇവർ കൊടുത്തിട്ടുണ്ടോ നോക്കണം. ഏകദേശം ഒരു ഇൻ്റർവ്യൂവിന് തന്നെ എങ്ങനെ പോലും 10,000 രൂപ ഇവർക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇവർ പെയ്ഡ് ഇൻ്റർവ്യൂസ് ആണ് ഇതൊക്കെ, അല്ലാതെ വെറുതെ വിളിച്ചിരുത്തി അങ്ങനെ കൊടുക്കുന്നതല്ല. ഇവർക്ക് കാശ് മേടിക്കുന്നുമുണ്ട്. ഇവർ കാശ് മേടിച്ചിട്ട് ഇവർ കണ്ടന്റ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നു, അവർ അതിൽ വഴി പൈസ ഉണ്ടാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ചാനൽ രേണുവിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമേ ചിന്തിക്കുക. നിങ്ങളുടെ സ്വന്തം മിസ്റ്റേക്കുകൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം സുധി മരിച്ചതിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു. ആ ഓർമ്മ ദിവസം രേണു സുധിയും കൂട്ടുകാരും കൂടി അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതുമാണ്. പ്രത്യേകിച്ച് അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു പരമ വിഡ്ഢി, അവൻ അവിടെ കിടന്ന് കുറെ കോമാളിത്തരം കാണിച്ചപ്പം രേണു സുധി അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അലിൻ ജോസ് പെരേരയുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ കാണിച്ചത് തെറ്റായി പോയി എന്നൊക്കെയുള്ളതിൻ്റെ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. രേണുചേച്ചി പറയാറുണ്ടായിരുന്നു, വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പൊ രേണുചേച്ചിക്കും പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം ചരമവാർഷികമാണ്, നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണുചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയും പറഞ്ഞില്ല. അപ്പൊ ഇവിടെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേട്ടല്ലോ, അത് ശരിയാണ്, പുള്ളിക്കാരത്തി പറഞ്ഞില്ല എന്ന്.
അവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തിരുത്താമായിരുന്നു. വേണ്ട, ഇവിടെ ഇങ്ങനെ ഒന്നും കാണിക്കണ്ട, ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മ ദിവസമല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തിട്ടില്ല. നിങ്ങളായിട്ട് തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഡാൻസ് ചെയ്ത ആ വ്യക്തിയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മൾ ചെയ്തത് തെറ്റാണ് തെറ്റിപ്പോയി. ആൾക്കാർ ശരിയാ ഇപ്പൊ പറഞ്ഞ പോലെ പറഞ്ഞു തരാനായിട്ട് രണ്ട് ചേച്ചിയോ മറ്റുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എടാ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ അവൻ ചെയ്യില്ലായിരുന്നു. പക്ഷെ കൂടെ ഉള്ള പോയവന്മാരും പറഞ്ഞില്ല. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇവരെ തലക്കിട്ട് രണ്ടടി ഞാൻ കൊടുത്തിട്ട് ഇവരെ കൊണ്ടുവന്നാണ്. കാര്യം എന്താ വെച്ചാൽ ഞാനൊരു കലാകാരനാണ്, സിനിമയിലേക്ക് കയറാൻ നിൽക്കുന്ന ഒരാളാണ്. സുധിയേട്ടൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കലാകാരനാണ്. ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവർ ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചത്. പക്ഷെ അത് കാണിച്ചപ്പോ പുള്ളിയുടെ വൈഫ് പുറയിലുണ്ടായിരുന്നു, പുള്ളിക്കാരത്തി കൈ അടിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ആർക്കായി കുറ്റം? രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായി ഇപ്പം കുറ്റം മുഴുവനും. രേണു ഒരു വാക്ക് പറഞ്ഞായിരുന്നുവെങ്കിൽ ഇവരിത് ചെയ്യത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവത്തില്ലേ, അത് അന്നത്തെ ദിവസം ഡാൻസ് കളിച്ചതല്ല, പിന്നെ ഏതോ ഒരു ദിവസം ഡാൻസ് കളിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ വെളുപ്പിക്കാനായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു. സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അത് ആ ഒരു ദിവസം തന്നെയാണ് ഇവർ ഈ ഒരു പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഈ അലിൻ ജോസ് പെരേര അവിടെ പോയി ഡാൻസ് കളിച്ചിരിക്കുന്നത് ആ സുധിയുടെ ഓർമ്മ ദിവസം. അതുപോലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാനുള്ള ബോധമില്ല. അവിടെ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് ഒരു ഉച്ചവരങ്ങാണ്ട് ഒരു വൈറ്റ് കളർ ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരത്തി എന്തോ റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു വേറെ ഏതോ ഒരു ഡ്രസ്സുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സിലാണ് രേണു സുധി ഇങ്ങനെ കൈയടിച്ചിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നതാണ് നല്ലത്. ഇനി പുള്ളിക്കാരത്തിയുടെ വക ഒരു എക്സ്പ്ലനേഷനും കൂടി ഉണ്ട്. അതായത് രേണു സുധി ശരിക്കും ഒറിജിനലായിട്ട് കരഞ്ഞതാണ്, ഞാൻ ആക്ട് ചെയ്ത് കരയേണ്ട എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് എന്തിൻ്റെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ രേണു സുധിയുടെ ഭാഗത്തൊരു എക്സ്പ്ലനേഷൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് കാണാം. എൻ്റെ സൂചിച്ചേട്ടൻ്റെ ചടങ്ങിൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറേ കമൻസ് കണ്ട് ഞാൻ അഭിനയിക്കുവാണ്, എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറാമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അഭിനയിക്കും, ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇത് പറയാനായിട്ട് ഇടയുണ്ടാക്കിയത് ആരാ? നിങ്ങൾ തന്നെ അല്ലായിരുന്നോ? വല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ പറയുന്ന മീഡിയസ് ആരും അവിടെ വിളിച്ച് വരുത്തണ്ടേ? നിങ്ങൾ വിളിച്ചിട്ടാണ് അവരെല്ലാവരും അവിടെ വന്നത്. സോ ആ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളെല്ലാം സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറയുന്ന പോലെയാണ് നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. അത് കണ്ട എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. ഒരു മനുഷ്യർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. അതായത് മെജോറിറ്റി ഓഡിയൻസ് ആകെ, പിന്നെ കുറച്ച് ആൾക്കാർ നിങ്ങൾ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും സ്തുതി പാടത്തതേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ലതെന്ന രീതിയിൽ പറയത്തേ ഉള്ളൂ. സോ ഇത് പറയാനായിട്ട് ഇടയുണ്ടാക്കിയത് നിങ്ങളാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അഭിനയിക്കുക ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. എനിക്കെന്തിനാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. കേട്ടല്ലോ, നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു സുധി, മനസ്സിലായോ? എനിക്ക് സങ്കടമില്ല സൂചിച്ചേട്ടൻ മരിച്ചത്, എന്ത് സങ്കടമില്ലെന്ന്. ചടങ്ങ്, കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല, സങ്കടമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കുടുംബക്കാരുമായിട്ട് എനിക്കിത് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. ഒരു ബോധവുമില്ലാത്ത അലിൻ ജോസ് പെരേര പറയുന്നത് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചില്ലേ? അലിൻ ജോസ് എന്താണ് പറഞ്ഞത്? അവർക്ക് വേണമെങ്കിൽ ഒന്ന്, അതായത് രേണുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു അയ്യോ അങ്ങനെ ചെയ്യരുതേ എന്ന്. അവന് തന്നെ അത് പറയാനുള്ളൊരു ബോധം വന്ന്. അപ്പോഴും ഇവിടെ ബോധം വയ്ക്കാത്ത ഒരു വ്യക്തി ഈ രേണുവാണ്. കാര്യം ഒരിക്കലും ഒരാളുടെ ഓർമ്മ ദിവസം കാണിച്ചു കൂട്ടേണ്ട പരിപാടികളല്ല നിങ്ങൾ അന്നേ ദിവസം അവിടെ കാണിച്ചത്. അത് ആദ്യം മനസ്സിലാക്കുക. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് സുധിക്കെതിരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ആരോപണങ്ങൾ, അതായത് പ്രത്യേകിച്ച് മുൻ ഭാര്യ വീണ എന്ന് പറയുന്ന ഒരു മുൻ ഭാര്യ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ രേണു സുധിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധിയെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിച്ചു, അതായത് സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവിൻ്റെ ചാനലിനകത്ത് ഒരു Q&A വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ് കിച്ചു കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂസ് കുറേ സുധിച്ചേട്ടനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകൂ. അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത്, എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛനെ. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതെന്താണെന്ന് വെച്ചാൽ അതുപോലെ പോട്ട് പറയട്ടെ, അത് തന്നെ അറിയാലോ ആരാന്ന്. പുള്ളി അറിയാവുന്നവർക്ക് പുള്ളി അറിയാം, പുള്ളി അങ്ങനെ ആയിരുന്നു എല്ലാവർക്കും അറിയാം.
കേട്ടല്ലോ, പുള്ളിയെ അറിയാവുന്നവർക്ക് പുള്ളിയെ അറിയാം. ഞാൻ ഇനി വീണ്ടും അതിനെ പറ്റിയിട്ട് കുത്തിപ്പൊക്കിയെന്ന് സംസാരിക്കുന്നില്ല. പറയേണ്ടവരൊക്കെ പറയട്ടെ എന്നുള്ള രീതിയിലാണ് കിച്ചു വന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മുൻ ഭാര്യയുടെ ആ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ആ ഒരു ചോദ്യവുമാണ് ഇപ്പം ഈ ഒരു കമൻറ്റിലൂടെ കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, എന്തായാലും അതിൻ്റെ ഒരു മറുപടിയാണ് നിങ്ങളെല്ലാവരും കേട്ടത്. അപ്പം ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. എന്തായാലും രേണുസുധിയുടെ അടുത്ത് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കുറച്ച് പരിപാടികൾ ഇതെല്ലാം നമ്മളെല്ലാവരും എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നു. നമുക്ക് വ്യൂവർഷിപ്പും കിട്ടുന്നു, നിങ്ങൾക്ക് നല്ല റീച്ചും ഉണ്ടാക്കുന്നു. ഇവിടെ നിങ്ങൾക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, നമുക്കും പ്രത്യേകിച്ച് കാണുന്നവർക്കും വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷേ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പരിപാടികളൊക്കെ ലൈഫിൽ ടെമ്പററിയാണ്. അതൊന്നും ഒരിക്കലും ജീവിതകാലം മുഴുവനും ഇങ്ങനെ എപ്പോഴും നമ്മൾ ഇതേ ലൈം ലൈറ്റിൽ ഇതേ റീച്ചോടെ കൂടിയിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.